CPM-ന്റെ നേതാക്കന്മാർ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഈ കേസിന്റെ അന്തിമ വിധി വരുന്നതുവരെ അവരെ ചേർത്ത് പിടിക്കുമെന്നുള്ളതാണ് ഇവിടെ CPM-ന്റെ പ്രതിനിധി തന്നെ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താ, ഈ അന്വേഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CPM-ന്റെ സർക്കാരിന് കീഴിൽ അവരുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷം സ്വാധീനിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടന്നിട്ടുള്ള ഒരു അന്വേഷണമാണ് എന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല. അവരുടെ തന്നെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അവരുടെ തന്നെ ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അവരുടെ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ ഇനിയെല്ലാം കോടതിയിൽ തെളിഞ്ഞു വന്നിട്ട് ഞങ്ങൾ അങ്ങ് അവരെ നടപടി എടുത്തുകൊള്ളാം എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ ഒന്നുകിൽ അവർക്ക് ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നല്ലെങ്കിൽ അവർ പറയണം, അതല്ലെങ്കിൽ ഇവർ നിരപരാധികളാണ് എന്നുള്ളത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടുണ്ടെന്ന് പറയണം. ഇപ്പോൾ ആഷ്മി ചോദിച്ച പോലെ തന്നെ ഇതേ ലോജിക്ക് വെച്ച് ഉണ്ണീഷൻ പോറ്റി അടക്കമുള്ളവരൊക്കെ നിരപരാധികളാണ് എന്നിവർ വാദിച്ചു കളയുമല്ലോ. അപ്പോൾ ഈ സ്വർണ്ണ പാളി കവർച്ചയടക്കമുള്ള ശബരിമലയിലെ കോടാനുകൂടി വരുന്ന തട്ടിപ്പ് പൂഴ്ത്തിവെക്കാനും മറച്ചു വെക്കാനുമുള്ള ഒരു ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട്. ആ ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഒരു എന്താ പറയുക, അതിന് പ്രധാനപ്പെട്ട IPS ഉദ്യോഗസ്ഥന്മാർ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ പേരുകൾ പുറത്തു പറയേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന് കൃത്യമായ സമയത്ത് അദ്ദേഹം പറയും. അതിൻ്റെ സമയം ഏതാണ്, ഏത് സമയത്ത് പറയണമെന്നൊക്കെ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ചില ഉദ്ദേശങ്ങൾ കൂടി ഉണ്ടാകും. ഇവിടെ CPM നേതൃത്വം പല ആളുകളെയും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി മറ്റു ചില കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ടെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം ഒരു ടൈമിംഗ് നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ചില കാര്യങ്ങൾ ഉത്തരവാദിത്തോട് പറയുന്നയാളാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നയാളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ, ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ ഇനിയും SIT-യെ സ്വാധീനിക്കാനുള്ള ശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തരത്തിലേക്കുള്ള തുറന്ന പറച്ചിലുകളൊക്കെ ഉണ്ടാകുമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കൂ, ഇവിടെ കേരളം ഞെട്ടിയ ഒരു ക്ഷേത്രക്കൊള്ളയാണ്. അനേകം ലക്ഷക്കണക്കിനായ വിശ്വാസികളെ വേദനിപ്പിച്ച ഒരു ക്ഷേത്രക്കൊള്ളയാണ്. ആ ക്ഷേത്രക്കൊള്ളയിൽ കോടതി ഉത്തരവ് അന്വേഷണം മുന്നോട്ടേക്ക് പോവുകയാണ്. അന്വേഷണം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു വലിയ ആരവത്തോടെ വന്ന അന്വേഷണ സംഘം ഒരു ഘട്ടമെത്തുമ്പോഴേക്കും അതിൻ്റെ ഒരുപക്ഷെ ഫൈനൽ ലാപ്പിൽ തെരുവിൽ പകച്ചു നിൽക്കുന്ന കാഴ്ച യഥാർത്ഥത്തിൽ കാണുന്നത് പോട്ടെ. അങ്ങനെയുള്ള SIT-ക്ക് മേൽ ഈ പറഞ്ഞ 2 IPS ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തി കേസ് അട്ടിമറിക്കാൻ നോക്കുന്നുവെങ്കിൽ എന്തിനാണ് മറച്ചു വെക്കേണ്ട കാര്യം? അവരുടെ ഔദാര്യം കാണിക്കേണ്ട കാര്യം എന്താണ്? പേര് പറയണം, കേരളത്തിൽ അറിയണ്ടേ അവരെ? സന്ദീപ് അല്ല, തീർച്ചയായിട്ടും. പക്ഷേ ആഷ്മി, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ആഷ്മി. ആ സമയം തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള സമയത്ത് പ്രതിപക്ഷ നേതാവ് ആ കാര്യങ്ങൾ വെളിപ്പെടുത്തും, അതിലൊരു തർക്കവും വേണ്ട. പക്ഷേ ഇവിടെ SIT-യെ സ്വാധീനിക്കാൻ നേരത്തെ തന്നെ ശ്രമം ഉണ്ടാകുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഇത്തരം ഗൂഢശക്തികൾ ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി താല്പര്യാർത്ഥം ഈ SIT-ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് നേരത്തെ അറിയുന്നത് കൊണ്ടാണ് ഇത് ഒരു കേന്ദ്ര ഏജൻസി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നുള്ള നിലപാട് കോൺഗ്രസും UDF-ഉം സ്വീകരിച്ചിട്ടുള്ളത്. നോക്കൂ, ഇന്ന് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അതിനേക്കാൾ ഭയാനകമായിട്ടുള്ള വിവരങ്ങളില്ലേ? ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം അന്താരാഷ്ട്ര ഈ കള്ളക്കടത്ത് സംഘം വിഗ്രഹങ്ങളടക്കമുള്ള കാര്യങ്ങൾ മോഷ്ടിച്ച് വിദേശത്തേക്ക് കടത്തുന്ന സംഘം ഈ ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങളടക്കം മോഷ്ടിച്ചിരിക്കുന്നു, ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നു. അതിന് പുറകിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നു. തിരുവനന്തപുരത്ത് വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. വിശ്വാസ സമൂഹത്തിന് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കേവലം ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളികളോ അതല്ലെങ്കിൽ ശബരിമലയിലെ കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികളോ മാത്രമല്ല, 18-ാം പടി വരെ ഊരിയെടുത്ത് കൊണ്ടുപോയി വിറ്റിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 18-ാം പടി അടക്കം പുതുക്കുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? അപ്പോൾ ശബരിമലയിൽ നടന്നിട്ടുള്ളത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊള്ളയാണ്. ആ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് CPM-ന്റെ നേതാക്കന്മാരാണ്, സമുന്നതരായിട്ടുള്ള നേതാക്കളാണ്. കേവലം ഒരു പത്മകുമാറിലോ വാസുവിലോ മാത്രം, ഇവർ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ കൊള്ള നടത്താൻ കഴിയുമെന്ന് സാമാന്യന് ആരും ചിന്തിക്കുന്നില്ല. വ്യക്തിപരമായിട്ട് നമുക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ പത്മകുമാറിനോ അല്ലെങ്കിൽ വാസുവിനോ CPM-ന്റെ സമുന്നത നേതൃത്വം, പ്രത്യേകിച്ച് അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരുടെ പെർമിഷൻ ഇല്ലെങ്കിൽ, നോഡില്ലെങ്കിൽ ഒരിക്കലും ഇതുപോലെയൊരു സ്വർണ്ണ കവർച്ച നടക്കില്ല എന്നുള്ളത് സാമാന്യ യുക്തിയാണ്. അന്വേഷണം അങ്ങോട്ട് എത്തേണ്ടിയിരിക്കുന്നു, പക്ഷെ അന്വേഷണം എത്തുന്നില്ല. അവിടെയാണ് ഞങ്ങൾക്ക് പ്രയാസമുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.